ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമി ബ്രെഡ് പുഡിംഗ് ആണ്. ഉള്ള ഇൻഗ്രീഡിയൻസ് ബ്രെഡ്, കസ്റ്റാർഡ് പൗഡർ, പാല്, പഞ്ചസാര, പിന്നെ കുറച്ച് കോൺഫ്ലവറും. ആദ്യം തന്നെ നമ്മൾ കോൺഫ്ലവറും കസ്റ്റാർഡ് പൗഡറും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിലോ അതോ പാലിലോ മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മൾ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിലോട്ട് ഇപ്പോൾ ഞങ്ങൾ വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ നമ്മൾ പഞ്ചസാരയുടെ മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ പുഡിങ് വെക്കാനുള്ള ഒരു പാത്രമുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടേസ്റ്റിന് നെയ്യ് തടവി കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് കാരമൽ ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു ബ്രൗൺ കളറാണ് നമ്മൾ. നമ്മുടെ പഞ്ചസാര ഇപ്പോൾ നന്നായി കാരമലായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നേരെ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ എല്ലാ സൈഡിലും നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം. ചുറ്റിക്കാം. എന്നിട്ട് നമ്മളിതിവിടെ കുറച്ച് നേരം വയ്ക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രം ഇവിടെ വെക്കാം. പിന്നെ നമ്മൾ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പാക്കറ്റ് 500 ഉണ്ട്. നമ്മൾ പാലിലോട്ട് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ പാലും പഞ്ചസാരയും മിക്സ് ചെയ്ത ഒരു ഇതില്ലേ, അതിലോട്ട് നമ്മൾ കസ്റ്റാർഡ് വെള്ളത്തിലാക്കി മിക്സ് ചെയ്തത് നമ്മൾ നന്നായിട്ടൊന്നേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വൈറ്റ് കളർ മാറി യെല്ലോ കളറായിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബ്രെഡ് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാര ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി ചൂട് കൊടുക്കാൻ തന്നെ സെർവ് ചെയ്യാം. നമ്മൾ ആ മാറ്റി വെച്ച കാരമലിൻ്റെ പാത്രമില്ല, അതിലോട്ട് നമ്മൾ നന്നായിട്ട് ചൂടോടെ ഇട്ട് കൊടുക്കുക. ഈ ഒരു പരിവായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിതിങ്ങനെ ഒന്ന്
നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നന്നായിട്ട് ലെവലായി കിട്ടുവേ. ഇനി തണുത്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. കുറച്ച് ക്രീം തണുത്തിട്ട് നമ്മൾ ഒന്നുകൂടി ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു 2 മണിക്കൂർ നമ്മൾ തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നമുക്ക് വന്ന് നോക്കാം. ഓക്കെ.